ഇവളിങ്ങനെ പറഞ്ഞപ്പോ അനു ആദ്യം വിചാരിച്ച് നമ്മളൊക്കെ പറയില്ലേ നീ അല്ലേ പേടിച്ചത്, ഞാൻ പേടിച്ചിട്ടില്ലല്ലോ എന്ന്, അതുപോലെ പറയാക്കാരെന്ന് വിചാരിച്ചേ. കുറച്ച് കഴിഞ്ഞിട്ട് ഇവളിതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. അനു നോക്കുമ്പോ ഇവളാന്നുണ്ടെങ്കിൽ ഭയങ്കര കൂളായിട്ടാണ് നടക്കുന്നത്. ലൈക്ക് ഓടിന്റെ ഒരു ക്ഷീണം ഇവക്കില്ല കേട്ടോ, ഇവള് ഭയങ്കര കൂളായിട്ടാണ് നടക്കുന്നത്. അപ്പൊ അനു ജസ്റ്റ് ഇവളിങ്ങനെ തിരിച്ചു നിർത്തിനാണ്ട് ചോദിച്ച് നീ കാര്യം പറയും, ഇപ്പൊ നമ്മളല്ലേ ഇങ്ങോട്ട് പോയത്, ഇതെല്ലാം കണ്ടു പേടിച്ച് നമ്മളെല്ലാം ഓടിയത് എന്ന് ചോദിച്ച്. അപ്പൊ ഇവള് പറഞ്ഞു നിനക്കിരുന്നില്ല ലെഫ്റ്റ് പോകേണ്ടത്, ഞാനില്ലാന്ന് പറഞ്ഞതല്ലേ, നീ ഒറ്റക്ക് പോയതാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവള് ഓരോ ഇൻസിഡന്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തു. നമ്മൾ അത് കണ്ടില്ലേ, ലൈക്ക് വീട്ടിൽ പോയില്ലേ, പോയതിന്റെ അവിടെ പോയപ്പോ പട്ടിയാളെ കണ്ടില്ല, അങ്ങനെ ഓരോന്നായിട്ട് പറഞ്ഞു കൊടുത്തു. ഒന്നും ഇവക്ക് ഓർമ്മയില്ല. ഇവള് പറയുന്നത് ഞാൻ പോന്നിട്ടേ ഇല്ല, ഞാൻ റൈറ്റ് സൈഡിലാണ് നടന്നിക്കുന്നത്, അതിന്റെ കപ്പേന്റെ അവിടെ എത്തിയിട്ട് ഞാൻ കുറെ നേരം നിന്നെ വെയിറ്റ് ചെയ്തിക്കണേ, എന്നിട്ടാണ് നീ വന്നത് അങ്ങനെ പറഞ്ഞേ. അങ്ങനെ ഇവളാകെ കിളി പോയി നിൽക്കുന്നതാണ്. ലൈക്ക് ഫ്രണ്ടിന്റെ സംസാരത്തിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് ആള് വന്നിട്ടില്ല എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അനുവിന്റെ ഒപ്പം പോയിക്കുന്നത് വേറെന്തോ ക്രീച്ചറാണ്, അല്ലെങ്കിൽ ഇവൾ ഇവിടെ എത്തിയ പാട് ഇവക്ക് ഈ ഒരു സംഭവത്തിനെ കുറിച്ചുള്ള മെമ്മറി പോയി. ലൈക്ക് എന്താണെന്നുണ്ടെങ്കിൽ പാരാനോർമൽ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പൊ അനുവിന്റെ ഒപ്പം ഉള്ളത് വേറെ എന്തെങ്കിലും ക്രീച്ചർ എന്നുണ്ടെങ്കിൽ ആ പട്ടിയാള് കുറച്ചത് ലൈക്ക് അതിനെ കണ്ടിട്ടാണ് പട്ടിയാളെ കുറച്ചിരിക്കുന്നത്. അതുപോലെ വീടിന്റെ അവിടെ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ആ എല്ലാൾ അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് അനു അവിടുന്ന് രണ്ടുപേരും അവിടുന്ന് ഓടിയതും ഇങ്ങോട്ടേക്ക് എത്തിയതും ഒക്കെ. ലൈക്ക് അവര് പൊയ്ക്ക് പോയിരുന്നില്ലേ. ഞാൻ ഇവിടെ വീട്ടിൽ പോയി. ലൈക്ക് ഈ കപ്പേള എന്ന് പറയുന്നതും പിന്നെ ഈ ഒരു ഏരിയ ഒക്കെ ഇവരുടെ നാട്ടിൽ തന്നെയാണ്, അതായത് വീട്ടുകാർക്ക് അറിയുന്ന സ്ഥലം തന്നെയാണ്. അങ്ങനെ ഇവിടെ മേടിച്ചെന്ന് അമ്മേനോട് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു അവിടെ അടുത്തൊന്നും ഒരു വീടുമില്ല, ആ ഏരിയയിൽ ആരും നിൽക്കലില്ല, അങ്ങനെ താമസിക്കാൻ പറ്റുന്ന ഏരിയ അല്ല അത്. ആ പുഴയിൽ കുറെ ആൾക്കാർ ചാടി മരിച്ചിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ആ ഏരിയയിലൊന്നും ആരും വീട് വെക്കലും നിൽക്കലൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഇവിടെയും കേട്ടപ്പോ ഇവക്ക് ആകെ ലൈക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാത്തൊരവസ്ഥ ഉണ്ടാവില്ലേ, അങ്ങനെയാണ് അനു നിൽക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ക്ലാസ്സിന് പോയിട്ട് ഇവള് ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് ഇവരാരും ഇത് വിശ്വസിക്കുന്നില്ല. കാരണം ഒപ്പമുള്ള ഫ്രണ്ട് വേറൊരു കഥയാണ് പറയുന്നത്, ഇവള് ഇങ്ങനെയാ പറയുന്നത്. ആൻഡ് ഈ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിലും ഇവരുടെ കാര്യങ്ങൾ വിശ്വസിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു ഫ്രണ്ട്സ് എല്ലാം ഇരുന്ന് ഈ കഥ പറഞ്ഞാണ്ട് ഇവരെല്ലാരും കൂടി ഈ സ്ഥലം കാണാൻ പോകാൻ തീരുമാനിച്ചു. അതായത് എന്താണ് അവിടെ ഉള്ളതെന്നുള്ളത് ശരിക്കും അറിയാലോ. അങ്ങനെ ഇവർ പോയപ്പോ അവിടെ ആകെ പറമ്പാണ്, ഒരു വീടും ഇല്ല, ആൾത്താമസവും ഇല്ല, ഒന്നുമില്ല. കുറെ അങ്ങ് നടന്നാൽ ഒരു പുഴ ഉണ്ട്, അത് മാത്രം, വേറെ ഒന്നുമില്ലേ.